വേദിയിലെയും സദസ്സിലെയും ബഹുമാനരായ എല്ലാവർക്കും നമസ്കാരം. ഹരിത ബുക്സിന്റെ തകഴിയുടെ തിരഞ്ഞെടുത്ത നോവലുകളുടെ സമാഹാരമാണ് ഇന്നിവിടെ പ്രകാശനം ചെയ്യുന്നത്. ശ്രീമതി യു പ്രതിഭ MLA-യും സ്വീകരിക്കുന്നത് ശ്രീ പ്രദീപ് പനങ്ങാട്. ആശംസകൾ അർപ്പിക്കുന്നത് രാഹുൽ S, യുവ എഴുത്തുകാരൻ. ഔദ്യോഗികമായി ഇവരെല്ലാം സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രീമതി നജ ഹുസൈൻ, യുവ എഴുത്തുകാരിയെ സ്വാഗതം ചെയ്യുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ എവരിബഡി. ഹരിത ബുക്സിൻ്റെ തകഴിയുടെ പ്രിയമുള്ള നോവലുകൾ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങിലാണ് നാം ഉള്ളത്. തകഴിയെപ്പറ്റി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. എൻ്റെ ഒരു വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. മലയാളത്തിൽ ജ്ഞാനപീഠ പുരസ്കാരം മലയാളത്തിലേക്ക് കൊണ്ടുവന്ന പ്രിയപ്പെട്ട തകഴി, അതിനുമപ്പുറം പരീക്കുട്ടിയെയും കറുത്തമ്മയെയും മലയാളിയുടെ ഗൃഹാതുരത്വമാക്കി മാറ്റിയ തകഴി, അനുഭവങ്ങളുടെ തീച്ചുളയിൽ നിന്നുകൊണ്ട് ജീവിതകഥ എഴുതിയ തകഴി, 600-ലേറെ കഥകളും 30-ലേറെ നോവലുകളും എഴുതിയ തകഴി. അദ്ദേഹത്തെ പറ്റി വിശദമായി ഞാൻ പറയുന്നില്ല. ഞാൻ വളരെ കുറഞ്ഞ സമയമാണുള്ളത്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. എൻ്റെ കർത്തവ്യം എന്നത് സ്വാഗതം പറയുകയാണ്. ഈ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട MLA യു പ്രതിഭയാണ്. ധീരവനിതയായ പ്രതിഭ, അവരെ ഞാൻ ബഹുമാനപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പുസ്തകം സ്വീകരിക്കുന്നത് പ്രിയപ്പെട്ട നിരൂപകൻ ശ്രീ പ്രദീപ് പനങ്ങാട് സാറാണ്. സാറിനെയും ഞാൻ ഈ ചടങ്ങിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പുസ്തകത്തിന് ആശംസകൾ അറിയിക്കുന്നത് പ്രിയപ്പെട്ട കവി രാഹുൽ S ആണ്. രാഹുലിനെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതിനപ്പുറം പ്രിയപ്പെട്ട കൂട്ടുകാരി, അതിനപ്പുറം ഹരിതം കോർഡിനേറ്റർ കൂടിയായ രാഖിയെയും നിങ്ങൾ ഓരോരുത്തരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. പുസ്തകം പ്രകാശനം ചെയ്യാനായി പ്രതിഭ മേഡത്തെ ക്ഷണിക്കുന്നു. വളരെ സന്തോഷപൂർവ്വമാണ് ഇന്ന് നമ്മുടെ തലസ്ഥാന നഗരിയിൽ ഏറ്റവും വലിയ അക്ഷരത്തിൻ്റെ വായനയുടെ ആഘോഷ ദിനരാത്രങ്ങളുടെ ഭാഗമായിട്ട് ഞാൻ ജനിച്ച നാട്ടിൽ ആ നാടിനെ ലോകത്തിൻ്റെ നെറുകിലേക്ക് എത്തിച്ച തകഴി ശിവശങ്കരപിള്ള എന്ന വലിയ എഴുത്തുകാരൻ്റെ പ്രിയമുള്ള നോവലുകൾ ഹരിതം ബുക്സിന് വേണ്ടി ഇവിടെ ഒന്ന് പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എനിക്ക് അത് ഒരുപാട് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു പ്രത്യേകമായ മാനസിക വികാരത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഹരിതം ബുക്സിൽ നിന്ന് ആദ്യം തന്നെ ഇത് വിളിച്ചു പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ഈ ദിവസം ഇവിടേക്ക് ഓടിയെത്തും ഇത് ഏറ്റുവാങ്ങാൻ. പ്രകാശനം ചെയ്യുന്നത് പ്രിയപ്പെട്ട കേരളത്തിൻ്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാനാണെന്നും ഏറ്റുവാങ്ങണമെന്നാണ് പറഞ്ഞത്. എന്നാൽ ഇവിടെ വന്നപ്പോൾ ഒരുപക്ഷെ അതൊരു നിയോഗമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. തകഴി ചേട്ടൻ എന്നാണ് ഞങ്ങളെല്ലാവരും, പ്രായഭേദമന്യേ നമ്മളുടെ നാട്ടിലെല്ലാവരും തകഴി ചേട്ടൻ എന്നാണ് വിളിക്കുന്നത്. ഞങ്ങളും അങ്ങനെ തന്നെയായിരുന്നു. 1999 അദ്ദേഹം നമ്മുടെ ഈ ഭൂമിയിൽ നിന്ന് എഴുത്തുകൾ അവസാനിപ്പിച്ച് അദ്ദേഹം ഈ ലോകം വിട്ടു പോകുന്ന സമയം വരെ എല്ലാവർക്കും അദ്ദേഹം തകഴി ചേട്ടനായിരുന്നു. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ഞാൻ കാണാൻ പോയിട്ടുണ്ട്. വലിയ അഭിമാനത്തോടെ എൻ്റെ കൂട്ടുകാരെയൊക്കെ ആയിട്ട് ഞാൻ ആ വീട്ടിലേക്ക് ചെന്നതുമൊക്കെ ഈ അവസരത്തിൽ ഓർത്തു പോവുകയാണ്. ഇന്നത്തെ ഈ പുസ്തക പ്രകാശന ചടങ്ങിൽ സ്വാഗതം പറഞ്ഞ പ്രിയപ്പെട്ട നാജ ഹുസൈൻ, അതുപോലെ തന്നെ നമ്മളുടെ ഈ പുസ്തകം ഏറ്റുവാങ്ങിയ പ്രദീപ് പനങ്ങാട് സാറ്, പ്രിയപ്പെട്ട രാഹുൽ, ഒപ്പം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന വളരെ യാദൃച്ഛികമായി ആണെങ്കിൽ പോലും ഞങ്ങളുടെ കായംകുളത്തെ ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ പവനനാഥൻ അടക്കം അവിടുത്തെ വൈസ് പ്രസിഡന്റ് മെമ്പർമാരും ഒക്കെ വളരെ യാദൃച്ഛികമായി ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു, കണ്ടുമുട്ടി. അതും എനിക്ക് വളരെ സന്തോഷം. കാരണം കായംകുളത്തിൻ്റെ ജനപ്രതിനിധി എന്ന നിലയിൽ കായംകുളത്തെ തന്നെ മറ്റൊരു ജനപ്രതിനിധി അടക്കം അതിൽ പങ്കെടുക്കുന്നു എന്നൊക്കെയുള്ള വളരെ യാദൃച്ഛികമായ സന്തോഷങ്ങളെല്ലാം ഇവിടെ ഒത്തുചേരുകയായിരുന്നു. കുട്ടനാടെന്ന് പറഞ്ഞ ഒരു ഭൂമിക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം.
മണ്ണിൽ പണിയെടുക്കുന്ന ഒരുപക്ഷെ സമുദ്രനിരപ്പിൻ്റെ താഴെ സ്ഥിതി ചെയ്യുന്ന മറ്റ് ഭൂമിക പോലെ അല്ല, കേരളത്തിൽ തന്നെ വളരെ പ്രത്യേകതയുള്ള ഒരു ഭൂമിയാണ്. സമുദ്രനിരപ്പിന് താഴെ പാവപ്പെട്ട മനുഷ്യർ മണ്ണിൽ അധ്വാനിച്ചുണ്ടാക്കിയ ഒരു നാടാണത്. ഇന്നും നോക്കത്താ ദൂരത്തോളം പാടശേഖരങ്ങളാലും ഒന്നും രണ്ടും മൂന്നും തവണ കൃഷി ചെയ്യുന്ന പാടങ്ങളാലും ഒക്കെ സമൃദ്ധമായിട്ടുള്ള ഒരു നാടാണത്. ഇന്നും ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് കേരളമെന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും വാദിക്കും, ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് ഞങ്ങളുടെ കുട്ടനാട് എന്ന് ഞാൻ വാദിക്കാറുണ്ട്. കാരണം അത്രയധികം മനോഹാരിത, ഒരു പ്രകൃതിദത്തമായിട്ടുള്ള, പ്രകൃതി ഭംഗികളാൽ അനുഗ്രഹീതമായിട്ടുള്ളൊരു കൊച്ചു സ്ഥലമാണ്. അവിടെ വളരെ പച്ചയായിട്ടുള്ള മനുഷ്യർ ഇന്നും നമ്മൾക്ക് കാണാം. മണ്ണിൽ പണിയെടുക്കുന്ന കർഷകരെയും കർഷക തൊഴിലാളികളെയും ഒക്കെ ഇന്നും നമ്മൾക്ക് കാണാം. ഒട്ടനവധി പോരാട്ടങ്ങളിലൂടെ വിപ്ലവം സൃഷ്ടിച്ചിട്ടുള്ളൊരു മണ്ണുകൂടിയാണ്. നിരവധിയായിട്ടുള്ള രക്തസാക്ഷികൾ, ഒരു പക്ഷേ 10-17ഓളം രക്തസാക്ഷികളുള്ള ഒരു സ്ഥലമാണ്. അവരൊക്കെ തന്നെ സാധാരണക്കാരുടെ അവകാശത്തിന് വേണ്ടി പോരടിച്ച് മരിച്ചവരാണ്. സമൃദ്ധിയുടെ മാധുര്യവും അതുപോലെ തന്നെ വൈരുദ്ധ്യത്തിൻ്റെ കയ്പും എന്നാണ് പലപ്പോഴും നമ്മൾ കുട്ടനാടിനെ വിശേഷിപ്പിക്കുന്നത്. നിറയെ മാധുര്യമാണ്. പക്ഷെ അതുപോലെ തന്നെ ഒരു മഴ വന്നാൽ നെഞ്ചിടിപ്പോടുകൂടി ഇന്നും തകഴിച്ചേട്ടൻ കൃഷിക്കാരനിൽ പറഞ്ഞതുപോലെ ബണ്ട് എപ്പോഴെങ്കിലും തകർന്നു പോകുമോ എന്ന് കരുതി ജീവിക്കുന്ന പാവപ്പെട്ട കർഷകർ എന്നും കുട്ടനാട്ടിലുണ്ട്. നിങ്ങൾക്കറിയാം, കുട്ടനാട് പാക്കേജിൻ്റെ വരവോടുകൂടി നമ്മുടെ ആ ഗ്രാമീണ മുഖത്തെ ഒന്ന് മാറ്റാനുള്ള പരിശ്രമം നടത്തിയെങ്കിൽ പോലും ഇന്നും ഒരു നല്ല മഴ വന്നാൽ ജൂൺ മാസവും ജൂലൈ മാസവും ഒക്കെ തന്നെ, അത് ഏത് മാസവും ഇപ്പം മഴയുണ്ട്. അതുകൊണ്ട് ഏത് മഴ വരുന്ന സമയവും നിങ്ങൾക്ക് പത്രമെടുത്താൽ കാണാം കുട്ടനാട്ടിലെ കർഷകർ ആശങ്കയിലാണ് എന്ന വാർത്തകൾ കാണാം. അപ്പോൾ അന്ന് റാന്തലുമായി തൻ്റെ പാടത്തിന് മഴ വീഴുന്നുണ്ടോ എന്ന് നോക്കി നടന്ന കൃഷിക്കാരൻ്റെ അതേ നെഞ്ചിടിപ്പോടു കൂടി തന്നെ ഇന്നും ജീവിക്കുന്ന ഒരുപാട് കർഷകരുള്ള ഒരു നാട് തന്നെയാണ് കുട്ടനാട്. അതിലെ ഏറ്റവും മനോഹരമായൊരു സ്ഥലമാണ് തകഴി. അവിടെ തകഴി ശിവശങ്കരപിള്ള എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ലോകത്തിൻ്റെ നെറുകയിലേക്ക് അക്ഷരങ്ങളെ എത്തിച്ചുകൊണ്ട് ഒരു കൊച്ചു ഗ്രാമത്തിന് വലിയൊരു പേര്, എവിടെ ചെന്നാലും, ലോകത്തിൻ്റെ എവിടെ ചെന്നാലും തകഴി ശിവശങ്കരപിള്ള എന്ന് പറഞ്ഞാൽ അറിയുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. വായനയുടെയും അറിവിൻ്റെയും ഒക്കെ ഈ ലോകത്ത് തീർച്ചയായിട്ടും അറിയും. നമ്മളെവിടെ ചെന്നാലും തകഴി എന്ന് പറയുമ്പോൾ ആളുകൾക്ക് വളരെ സ്നേഹമാണ്, വലിയ ആദരവാണ്. ആ നാടിനോടുള്ള ആദരവ് അദ്ദേഹത്തോടുള്ള ആദരവായി തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന. ഇന്നും ഏപ്രിൽ മാസം 10-ാം തീയതി മുതൽ 17-ാം തീയതി വരെ നീളുന്ന തകഴി സാഹിത്യോത്സവം അടക്കം നടത്തിക്കൊണ്ട് തകഴി സ്മൃതികൾ ആ നാട്ടിലെല്ലായിടവും, അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വളരെ പ്രശസ്തരായ എഴുത്തുകാരാലും ഒക്കെ സമ്പന്നമായ പരിപാടികൾ നടത്താനും ഒക്കെ അവിടെ തകഴി സ്മൃതി മണ്ഡപത്തിൽ പരിപാടികളൊക്കെ ഞങ്ങൾ ഇന്നും സംഘടിപ്പിക്കാറുണ്ട്. നിങ്ങളൊക്കെ തന്നെ പല അവസരങ്ങൾ എൻ്റെ ഭാഗമായിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. എന്തായാലും ജ്ഞാനപീഠമടക്കം, നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ജ്ഞാനപീഠ പുരസ്കാരമടക്കം പരമോന്നത പുരസ്കാരങ്ങളൊക്കെ ആ നാട്ടിലേക്ക് എത്തിച്ച വലിയ എഴുത്തുകാരൻ, എന്നും മണ്ണിൽ പണിയെടുക്കുന്ന കർഷകരുടെ ആ ഒരു ചേറിൻ്റെ ഗന്ധമുള്ള എഴുത്ത് എന്നൊക്കെ തന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് വിശേഷിപ്പിക്കാം. നിരവധിയായിട്ടുള്ള പല തരത്തിലുള്ള ചെറുകഥകളാണെങ്കിലും നോവലാണെങ്കിലും വലിയ തരത്തിലേക്ക്, പിന്നീട് ഇപ്പോൾ ചെമ്മീൻ പോലെ സിനിമകളായതും ഒക്കെ നമ്മൾക്കറിയാം. ഞാൻ അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകുന്നു, കാരണം വളരെ ചുരുങ്ങിയ സമയമാണ്. ഉച്ചനീചത്വത്തിൻ്റെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള ചില ഉദാഹരണങ്ങൾ വരച്ച് കാണിക്കുന്ന രണ്ടിടങ്ങഴി അടക്കം, അതൊക്കെ ഞങ്ങൾക്ക് അനുഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ തൊട്ടടുത്ത് നമ്മൾ കാണുന്ന, ഇപ്പോഴും ആ തറവാടും അരിപ്പുറത്തെ തറവാടൊക്കെ നമ്മൾ കാണുന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് എപ്പോഴും അതിലൂടെ സഞ്ചരിക്കുന്നവരാണ്. പലപ്പോഴും നമ്മുടെ നാട്ടിലെ പലരും ആ കഥാപാത്രങ്ങളായതുപോലും നമ്മൾക്കറിയാം. അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവിതത്തിൻ്റെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടത്തിൽ ആ ഒരു സുഗന്ധം അനുഭവിക്കാൻ കഴിഞ്ഞ, എഴുത്തിൻ്റെ സുഗന്ധം അനുഭവിക്കാനും അത് കാണാനും ഭാഗ്യം കിട്ടിയ ഒരു തലമുറയിലുള്ള വ്യക്തി എന്ന വലിയ അഭിമാനം ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ട്. കാത്തമ്മയും ഞങ്ങളുടെ എല്ലാം സ്വന്തമായിരുന്നു. തകഴിച്ചേട്ടൻ്റെ കാത്തമ്മ ഞങ്ങളുടെ തകഴിയുടെ എല്ലാം കാത്തമ്മയായിരുന്നു. കാത്തമ്മയുടെ മരണം വരെ ആ വീടുമായിട്ട്, അതിനുശേഷവും മക്കളും ഒക്കെ ആയിട്ടുള്ള വലിയ ബന്ധം ഇന്നും സൂക്ഷിക്കാൻ കഴിയുന്നുണ്ട് നമുക്ക്. ഞാൻ കൃത്യം തകഴിച്ചേട്ടൻ്റെ വീടിന് 1 കിലോമീറ്റർ ഇപ്പുറത്തായിട്ടാണ് എൻ്റെ വീട്. അങ്ങനെ ഒരു ഭാഗ്യം കൂടിയുണ്ട്. ഒരു നൂല് വലിച്ചാൽ കൃത്യം 1 കിലോമീറ്റർ കഴിയുമ്പോൾ താമസിക്കാൻ എൻ്റെ വീടുണ്ടെന്നുള്ളൊരു ഭാഗ്യവും ഒക്കെ കിട്ടിയിട്ടുള്ളവരാണ് ഞങ്ങൾ. തകഴിച്ചേട്ടൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ നിൽക്കുന്ന മാവിൽ നിൽക്കുന്ന മാങ്ങയ്ക്ക് പോലും എന്തൊക്കെയോ കഥകൾ പറയാനുണ്ട്. നമുക്ക് ആ ഭൂമിയിൽ വന്നാൽ തോന്നും. അങ്ങനത്തെയുള്ള മനോഹരമായിട്ടുള്ള ഒരു എഴുത്തിൻ്റെയും അതുപോലെ തന്നെ എഴുത്തുകാരൻ്റെയും ഒക്കെ നാട്ടിൽ നിന്ന് വളരെ യാദൃച്ഛികമായി ഇന്ന്
നമ്മുടെ കേരളത്തിൽ നിയമസഭയിൽ ഇപ്പം 2ാം തവണയാണ് ഇതുപോലെ ഒരു അക്ഷര വിപ്ലവം, വായനയുടെ വിപ്ലവം തീർക്കുകയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റിനോട് പറയാം, നമുക്ക് മൊത്തത്തിൽ ഇങ്ങനെ ചുറ്റിപ്പോവും. കാരണം വിഭവസമൃദ്ധമായിട്ടുള്ള സദ്യയാണ് ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. എല്ലാ പബ്ലിഷേഴ്സും മനോഹരമായിട്ടുള്ള ഈ സ്റ്റാളുകളിലൂടെ പോകുമ്പം ആകെ കൺഫ്യൂഷനാണ്. ഞാൻ എപ്പോഴും പറയും, നമുക്ക് വിഭവസമൃദ്ധമായ ഒരുപാട് ഇങ്ങനെ നല്ല നല്ല ഐറ്റം ഇരിക്കുമ്പം അതിൽ നിന്നൊന്ന് എടുക്കാനുള്ളൊരു പ്രയാസമാണ്. നമ്മൾ എന്താഗ്രഹിച്ചോ അതെല്ലാം തന്നെ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ ലഭിക്കുന്നുണ്ട്. കേരള നിയമസഭാ സ്പീക്കർ സാർ ശ്രീ എം ഷംസീർ, അദ്ദേഹത്തിൻ്റെ എനിക്ക് തോന്നുന്നു ഒരു വലിയ ഇടപെടൽ ഇതിൻ്റെ പിന്നിലുണ്ട്. മനോഹരമായൊരു അനുഭവം എല്ലാവർക്കും നൽകുന്നുണ്ട്. എല്ലാ പ്രായത്തിലുള്ളവർക്കും ഒരു മടി, ഇപ്പം നിയമസഭ എന്ന് പറയുമ്പോൾ എപ്പോഴും എല്ലാവരും കയറി വരുന്നൊരിടമല്ല. പക്ഷേ സ്വാഭാവികമായിട്ടും പൊതുജനങ്ങൾക്ക് നിയമസഭയുടെ അകത്തേക്ക് വരാനും ഇവിടെ വന്ന് അവരുടെ വായനയുടെ ഏത് തലം വരെ അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം തിരഞ്ഞെടുക്കാൻ കഴിയുന്ന, ഇനി ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ബുക്കും നമ്മുടെ കയ്യിൽ എത്തിച്ചു തരുന്ന നല്ല പബ്ലിഷേഴ്സിനാലും ഒക്കെ സമ്പന്നമായിട്ടുള്ള ഈ ഒരു പരിപാടിയിൽ നമുക്ക് എല്ലാവർക്കും ഒന്നു ചേർന്ന് മുന്നോട്ട് പോകാം. ടെക്നിക്കൽ വായനയേക്കാൾ എപ്പോഴും നല്ലത് യഥാർത്ഥ വായന തന്നെയാണ്. ആധുനിക സമൂഹത്തിൽ നമ്മൾ വിവരസാങ്കേതിക വിദ്യയുടെ വലിയ വളർച്ചയുടെ കാലഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും കഥ വായിച്ച് കേൾപ്പിക്കാൻ വരെയുള്ള ആപ്ലിക്കേഷൻസ് ഉള്ളപ്പോൾ നമ്മൾ സ്വാഭാവിക വായനയ്ക്ക് ഒരിക്കലും മരണമില്ല. സ്വാഭാവിക വായന തന്നെയാണ് എപ്പോഴും മനോഹരം. ഒരുപാട് സന്തോഷത്തോടെ ഒരിക്കൽ കൂടി തകഴിച്ചേട്ടൻ്റെ പ്രിയമുള്ള നോവലുകൾ ഹരിതം ബുക്സിന് വേണ്ടി ഈ ഒരു അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ 2ാം എഡിഷനിൽ വെച്ച് ഞങ്ങളെല്ലാവരും ചേർന്ന് സന്തോഷത്തോടെ ഈ ചടങ്ങ് നിർവഹിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. നന്ദി. സംസാരിക്കുന്നതിനായി ശ്രീ പ്രദീപ് പനങ്ങാട്ട് സാറിനെ ക്ഷണിക്കുന്നു. ആദരണീയ MLA പ്രതിഭ ഹരി, സുഹൃത്തുക്കളെ, എന്തായാലും തകഴി ശിവശങ്കരപ്പിള്ളയുടെ 4 നോവലുകൾ അടങ്ങിയ ഒരു പുസ്തകമാണിത്, പ്രിയമുള്ള നോവലുകൾ എന്നുള്ളത്. പെണ്ണായി പിറന്നാൽ, ഒരു മനുഷ്യൻ്റെ മുഖം, പുന്നപ്ര വലാറിന് ശേഷം, ഒരു എരിഞ്ഞടങ്ങൽ എന്ന 4 നോവലുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കൊക്കെ അറിയാം, നമ്മളെല്ലാം വായിച്ചു തുടങ്ങുന്ന കാലത്ത് നമ്മളെ ഏറെ സ്വാധീനിക്കുകയും വായനയുടെ ദിശാബോധത്തെ നിർണ്ണയിക്കുകയൊക്കെ ചെയ്തയാളാണ് തകഴി ശിവശങ്കരപ്പിള്ള. കാരണം ചെമ്മീനും രണ്ടിടങ്ങഴിയൊന്നും വായിക്കാത്ത ഒരു മലയാളി ഉണ്ടോ എന്നെനിക്കറിയാം, വായനക്കാരായ മലയാളികളുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. കാരണം അത്രമാത്രം നമ്മുടെ ജീവിതത്തെ അത് ബാധിച്ചിട്ടുണ്ട്. തകഴിയുടെ കഥകൾ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ തകഴിയുടെ നോവലുകൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എഴുത്തെന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു ഡോക്യുമെൻറ്റേഷനായിട്ട് തന്നെ നമുക്ക് കാണേണ്ടി വരും. കാരണം ഒരു കാലഘട്ടത്തിൽ കേരളീയ ജനത എങ്ങനെയാണ് മാറിയത്, കേരളീയ ജനതയ്ക്കുണ്ടായ ഒരു മാറ്റങ്ങൾ എങ്ങനെയായിരുന്നു, അതിലുണ്ടായിരുന്ന രാഷ്ട്രീയ സാമൂഹ്യ സംഘർഷങ്ങൾ എങ്ങനെയായിരുന്നു, അതിലുണ്ടായിരുന്ന ജീവിത വിധാനങ്ങൾ എങ്ങനെയായിരുന്നു, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള വലിയൊരു ഡോക്യുമെൻറ്റേഷനാണ് അദ്ദേഹത്തിൻ്റെ നോവലുകൾ. പ്രത്യേകിച്ച് നോവലുകൾ എന്ന് പറയും, ഇപ്പം ചെമ്മീനായാലും കയർ പോലെയൊരു നോവൽ മലയാളത്തിലെ അങ്ങനെ ഒരു നോവൽ പിന്നീട് ഉണ്ടായിട്ടില്ല. കയർ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു മധ്യ തിരുവിതാംകൂറിലെ രാഷ്ട്രീയ സാമൂഹിക ജീവിതത്തിൻ്റെ ഏറ്റവും ആഴങ്ങൾ കണ്ടെത്തിയ, സൂക്ഷ്മമായി അറിഞ്ഞ നോവലാണ് ഈ കയർ എന്ന് പറയുന്നത്. അതുപോലെ ചെമ്മീൻ, രണ്ടിടങ്ങഴി എനിക്ക് തോന്നുന്നു EMSK ഈ രണ്ടിടങ്ങഴിയെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. രണ്ടിടങ്ങഴി എന്ന് പറയുന്നത് ഒരു ജനതയുടെ, ഒരു പ്രത്യേക സമൂഹത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെയും അതിജീവനത്തിൻ്റെയും ഒക്കെയുള്ള ഒരു കഥകളാണ് അത്. അപ്പോൾ എനിക്ക് തോന്നുന്നു, ഞാനെപ്പോഴും തകഴിയെ കാണുന്നത് കേരളീയ പുരോഗമന സാഹിത്യ പ്രസ്ഥാനം 1940കളിൽ തുടങ്ങിയ ശേഷം അതിൻ്റെ ഒരു അവബോധം, അതിൻ്റെ ഒരു രാഷ്ട്രീയ സംസ്കാരം, അതിൻ്റെ ഒരു സാമൂഹ്യ ബോധത്തിലൂടെയാണ് തകഴി കഥയിലേക്കും നോവലിലേക്കും ഒക്കെ വന്നത്. അതെല്ലാ കാലത്തും തകഴി അത് നിലനിർത്തി എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ഇപ്പോൾ ഇതിനകത്തിൽ എരിഞ്ഞടങ്ങൽ എന്ന് പറയുന്ന ആ ഒരു നോവലുണ്ട്, അതെനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ അവസാനത്തെ നോവലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ എരിഞ്ഞടങ്ങൽ കലാകൗമുദിയിലാണ് പ്രസിദ്ധീകരിച്ചുകൊണ്ട്. അപ്പം നമ്മളൊക്കെ കുട്ടികൾ വിദ്യാഭ്യാസമുള്ള സമയത്ത്, വിദ്യാർത്ഥികളായിരിക്കുന്ന സമയത്ത് വായിച്ചുകൊണ്ടിരിക്കുന്ന നോവലായിരുന്നു എരിഞ്ഞടങ്ങൽ. ഇപ്പോഴും എരിഞ്ഞടങ്ങലിൻ്റെ ആ പേജുകളൊക്കെ തന്നെ എൻ്റെ മനസ്സിലിപ്പോൾ ഉണ്ട്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ അവസാനത്തെ നോവൽ അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കലാകൗമുദിയിൽ 1980കളിലാണ് ഈ എരിഞ്ഞടങ്ങൽ എന്ന് പറയുന്ന നോവൽ വന്നത്. അപ്പോൾ അങ്ങനെ ആ എരിഞ്ഞടങ്ങൽ എന്ന് പറയുന്ന നോവൽ പോലും, അതിനകത്ത് പോലും അദ്ദേഹത്തിൻ്റെ അവസാന നോവലാണെങ്കിൽ പോലും അതിലൊരു സാമൂഹ്യ ബോധത്തെക്കുറിച്ചും രാഷ്ട്രീയ ബോധത്തെക്കുറിച്ചൊക്കെയുള്ള വളരെ സവിശേഷമായ ചില കാര്യങ്ങൾ അതിൽ ഉൾപ്പെട്ടിരുന്നു. അന്ന് അത് വായിക്കുമ്പോൾ, അന്ന് അക്കാലത്ത് എനിക്ക് തോന്നുന്നു പിന്നെ K. സുരേന്ദ്രൻ്റെ ഗുരു എന്ന് പറയുന്ന നോവൽ വരുന്നുണ്ട്, MD വാസുദേവനാരുടെ രണ്ടാം മൂഴം എന്ന നോവൽ വരുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് നോവലുകൾ മലയാളത്തിലെ വളരെ പ്രസിദ്ധമായ നോവലുകൾ വന്നുകൊണ്ടിരിക്കുന്ന കാലത്താണ്
തകഴിയുടെ എരിഞ്ഞടങ്ങൽ എന്ന് പറയുന്ന നോവൽ വന്നു. പക്ഷേ ആ നോവലുകളൊക്കെ അന്നത്തെ ആ കാലത്ത് വായനക്കാരനെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച നോവലായിരുന്നു ഈ എരിഞ്ഞടങ്ങൽ എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ പുന്നപ്ര വയലാറിന് ശേഷം എന്നുള്ള നോവലുണ്ട്. പക്ഷേ അത് ആദ്യം കൂടുതലൊന്നും ശ്രദ്ധിക്കപ്പെട്ടില്ല. പക്ഷേ പുന്നപ്ര വയലാറിനെ പലതരത്തിൽ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് ലേഖനമായിട്ടും പുസ്തകങ്ങളായിട്ടും ഒക്കെ തന്നെ പുന്നപ്ര വയലാറിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ പുന്നപ്ര വയലാറിൻ്റെ ചരിത്രം ഇത്രമാത്രം ആഴത്തിൽ അതിലുണ്ടായിരിക്കുന്ന അതിനകത്ത് എങ്ങനെയാണ് ഓരോരുത്തരും അതിൽ ഇടപെട്ടിരുന്നത്, ഓരോരുത്തരും എങ്ങനെയാണ് ആ സമരത്തിൽ പങ്കെടുത്തത്, അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു, അവരുടെ ജീവിതത്തിൽ പിൽക്കാലത്ത് സംഭവിച്ച മാറ്റങ്ങൾ എന്താണ്, അതെങ്ങനെയായിരുന്നു കേരളീയ സമൂഹത്തെ ബാധിച്ചത്, ഈ കാര്യങ്ങളെക്കുറിച്ച് ഒരു ലേഖനത്തെക്കാൾ അല്ലെങ്കിൽ ഒരു പുസ്തകത്തെക്കാൾ വളരെ മനോഹരമായിട്ടാണ് ഈ തകഴി ആ പുന്നപ്ര വയലാറിന് ശേഷം എന്ന ഈ നോവലിലൂടെ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം നേരത്തെ ഇവിടെ നമ്മുടെ MLA പറഞ്ഞതുപോലെ തന്നെ ആ കാലഘട്ടത്തിലെ ആ ജീവിച്ച കാലഘട്ടത്തെ അടയാളപ്പെടുത്താനാണ് തകഴി എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്നത്. കാരണം അങ്ങനെ എനിക്ക് തോന്നുന്നു അന്നത്തെ കാലത്ത് ബഷീർ, ദേവ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവരെക്കാളൊക്കെ ഉപരിയായിട്ട് അവരെക്കാളൊക്കെ മാറി നിന്നുകൊണ്ട് ഞാൻ ജീവിക്കുന്ന ആ കാലത്തെയും ആ സമൂഹത്തെയും അടയാളപ്പെടുത്താനാണ് തകഴി ശ്രമിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചെമ്മീനായാലും രണ്ടിടങ്ങഴിയായാലും അതുപോലെ ഏണിപ്പടികളായാലും പിൽക്കാലത്ത് വന്ന എല്ലാ നോവലുകളും നമ്മൾ ചേർത്ത് വെച്ചാൽ കേരളത്തിൻ്റെ സാമൂഹ്യ നവോത്ഥാനത്തെക്കുറിച്ച് ശരിക്കൊരു നവോത്ഥാന കാലഘട്ടത്തെ പ്രതിഫലിപ്പിക്കുന്ന കൃതികളാണ് തകഴി എഴുതിയിരിക്കുന്നത്. നവോത്ഥാനമായിരുന്നു സത്യത്തിൽ അദ്ദേഹം അതൊന്നും പുറത്തു പറഞ്ഞില്ലെങ്കിൽ പോലും നവോത്ഥാനമായിരുന്നു കേരളത്തിലെ പലതരത്തിലുണ്ടായ മനുഷ്യരിൽ, വ്യക്തികളിലും സമൂഹത്തിലും ഒക്കെ ഉണ്ടായിരുന്ന ആ നവോത്ഥാനത്തെയാണ് എപ്പോഴും അഭിമുഖീകരിക്കാനായിട്ടും അഡ്രസ്സ് ചെയ്യാനായിട്ടും തകഴി ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ 4 നോവലുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 നോവലുകൾ ഞാൻ നേരത്തെ വായിച്ചിട്ടുള്ളതാണ്. ഈ 2 നോവലുകളിലും പ്രതിപാദിക്കുന്നത് ഇങ്ങനെ സമൂഹത്തെക്കുറിച്ചും അന്നത്തെ രാഷ്ട്രീയ പരിണാമങ്ങളെക്കുറിച്ചും രാഷ്ട്രീയ സമരത്തെക്കുറിച്ചും വിപ്ലവത്തെക്കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങളാണ് ഈ 2 നോവലുകളിൽ ഞാൻ വായിച്ച 2 നോവലുകൾ കണ്ടത്. എന്തായാലും തകഴിയുടെ ഇങ്ങനെയൊരു പുസ്തകം, തകഴി പലപ്പോഴും എത്രമാത്രം ആളുകൾ മറക്കാൻ ശ്രമിച്ചാലും തിരിച്ചു വരുന്ന ഒരാളാണ് തകഴി. കാരണം ഞാൻ ഈ അടുത്ത കാലത്ത് എന്നോടൊരു വളരെ പ്രധാനപ്പെട്ട ഒരു എഴുത്തുകാരൻ പറഞ്ഞു, നമുക്ക് കയർ വീണ്ടും ഒന്നുകൂടി വായിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. കാരണം കയറിൻ്റെ ഉള്ളിലെ കയറിൻ്റെ പ്രതിപാദിക്കുന്ന അഭിമുഖീകരിക്കുന്ന അതിൻ്റെ സാമൂഹിക ഘടന മാത്രമല്ല കയറിൻ്റെ നറേഷൻസ് കയറിലെ എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്ന് പറയുന്ന അതിൻ്റെ ഒരു രൂപഘടന ഇതൊക്കെ തന്നെ മലയാളത്തിൽ അതിനെ വെല്ലുന്ന മറ്റൊരു നോവലും ഉണ്ടായിട്ടില്ല. കയറിനെ വെല്ലാൻ കഴിയുന്ന മറ്റൊരു സാമൂഹ്യ നോവലും മലയാളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് എന്നോട് ഈ അടുത്ത കാലത്തൊരു ചിത്രകാരനായ ഒരാൾ എന്നോട് പറഞ്ഞു, നമുക്ക് ഈ കയർ വീണ്ടും ഒന്ന് വായിക്കേണ്ടിയിരിക്കുന്നു. കാരണം കയർ എന്നെ അത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട്. കയർ ഇറങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് 1980-കളുടെ ആദ്യമായിട്ടാണ് കയർ ഇറങ്ങിയത്. പക്ഷേ ഇത്രയും കാലത്തിന് ശേഷം പോലും കയർ എന്ന് പറയുന്ന നോവലിന് അത്രമാത്രം സാമൂഹ്യ പ്രസക്തിയും രാഷ്ട്രീയ പ്രസക്തിയും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഈ 4 നോവലുകൾ ഹരിതം ബുക്സ് വീണ്ടും പുറത്തിറക്കിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഇനിയും തകഴിയെ വായിക്കപ്പെടാനായിട്ട് ഒരു സാധ്യത നിലനിൽക്കുന്നൊരു കാലത്താണ് നമ്മൾ വീണ്ടും ഇത്തരം നോവലുകളെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നത്. എന്തായാലും വളരെ ഇനി ചെറിയ സമയമുള്ളൂ, ഇനിയും രാഹുലിനോട് സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ സംഭാഷണം ഞാൻ അവസാനിപ്പിക്കുന്നു. എന്തായാലും ഞാൻ ഹരിതം ബുക്സിനെ വളരെയേറെ സ്നേഹത്തോടെ കാണുന്നു. കാരണം തകഴിയെ വീണ്ടും വായിപ്പിക്കാൻ ഈ എരിഞ്ഞടങ്ങൽ എന്ന് പറയുന്നത് അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം നമ്മുടെ വിദ്യാർത്ഥി ജീവിതകാലത്ത് വളരെ ആവേശത്തോടെ വായിച്ചൊരു നോവൽ വീണ്ടും ഹരിതം ബുക്സ് ഇറക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു പ്രദീപ് മാഷേ. ആശംസകൾ പറയുന്നതിന് രാഹുലിനെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, തകഴിയുടെ ഒരു പുതിയ പുസ്തകം കൂടി വരുന്നു എന്നുള്ളത് നമ്മുടെ ഒരു വർഗപരമായ രാഷ്ട്രീയത്തിന് ഒരു പുതിയ ഉന്മേഷം കൂടി നൽകുന്നുണ്ട് എന്നുള്ളതാണ്. തകഴി നമ്മൾ ഈ കാലത്തും വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, പുതുക്കി വായിച്ചുകൊണ്ടിരിക്കുന്ന. ഒരുപക്ഷെ ജാതി എന്നതിനെ കൃത്യമായി അഡ്രസ്സ് ചെയ്തു എന്ന് പറയാൻ കഴിയാതിരിക്കുമ്പോഴും ജാതി എന്നൊരു വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ മുതിർന്ന ഒരു എഴുത്തുകാരനാണ് തകഴി എന്ന് പറയാം. ഒരു കാലത്ത് മനുഷ്യർ സംസാരിക്കാൻ തയ്യാറല്ലാതിരുന്ന ജാതിയെ എഴുത്തിൽ അഡ്രസ്സ് ചെയ്യാൻ തയ്യാറായി എന്നുള്ളതാണ് തകഴിയുടെ ഒരു പ്രത്യേകത. അത് സൂക്ഷ്മതലത്തിലാണോ എന്നുള്ളത് നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട കാര്യമാണ്. അതൊരു ഇന്നത്തെ കാലത്ത് നിന്ന്
നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് പ്രശ്നങ്ങൾ നമുക്ക് തോന്നാം. പക്ഷേ ആ ഒരു വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ തയ്യാറായി എന്നുള്ളതാണ്. അത് തൊഴിലാളി വർഗത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ജാതിയെ അഡ്രസ്സ് ചെയ്യാൻ തകഴി തയ്യാറായി എന്നുള്ളതാണ്. അതുപോലെ പ്രധാനപ്പെട്ട കാര്യം തകഴിയുടെ നോവലുകളെ സംബന്ധിച്ച് പറയുമ്പോൾ അത് സമകാലിക വായനയ്ക്ക് വലിയ സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. കയറിലെ ഒരു പ്രധാനപ്പെട്ട വാചകം ഇങ്ങനെയാണ്: മനുഷ്യൻ്റെ ചരിത്രം തന്നെ ഭൂമിയോടും ആർത്തിയോടും ഉള്ള ദാഹത്തിൻ്റെ ചരിത്രമാണ് എന്നുള്ളത്. സാമ്രാജ്യം ഉണ്ടായതെല്ലാം ആർത്തിയുടെ ചരിത്രമാണെന്നുള്ളത്. നമ്മുടെ സമകാലത്ത് പലസ്തീൻ വിഷയമടക്കം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്കറിയാം ആർത്തിയുടെ ഒരു ചരിത്രം, പിടിച്ചെടുക്കലിൻ്റെ ഒരു ചരിത്രം, സാമ്രാജ്യത്വത്തിൻ്റെ ഈ മുഴുവനും തങ്ങളുടേതാക്കണമെന്ന ഒരു വലിയ ദാഹത്തിൻ്റെ ചരിത്രമാണ് നമുക്ക് പിന്നിൽ കാണാൻ കഴിയുന്നത്. അങ്ങനെ എല്ലാം പിടിച്ചെടുക്കുന്നതിൻ്റെ ആ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി തകഴിയുടെ നോവലുകൾ എഴുത്തുകളിൽ സൂക്ഷ്മമായി അടയാളപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഹരീഷിൻ്റെ മീശയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട്. NSSനെയും മന്നത്ത് പത്മനാഭനെയും വരെ ഈ കഥാപാത്രങ്ങളാക്കിക്കൊണ്ട് കയറിനകത്ത് തകഴി എഴുതുന്നുണ്ട്. അങ്ങനെ എഴുതേണ്ടതിൻ്റെ നായർ സമുദായത്തിനകത്ത് നടക്കുന്ന സംബന്ധമടക്കുന്ന ഉള്ള വിഷയങ്ങൾക്കകത്തുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് എഴുതുന്നുണ്ട്. അങ്ങനെ വളരെ തുറന്നെഴുതാൻ കഴിയുന്ന, മനുഷ്യരുടെ ജീവിതത്തെ അതേപടി പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന ഒരു എഴുത്തു ശൈലി തകഴി പിന്തുടർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തകഴിയുടെ നോവലുകളെ സമാഹരിച്ചുകൊണ്ട് ഒരു പുസ്തകം ഇറങ്ങുമ്പോൾ അതിന് ചരിത്രപരമായി കാലത്ത് വലിയ പ്രാധാന്യമുണ്ട്. അതിൻ്റെ രാഷ്ട്രീയം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ചർച്ചകൾ, ജാതിയുടെ രാഷ്ട്രീയം ഉൾക്കൊണ്ടുള്ള ചർച്ചകൾ, സമകാലിക ഇന്ത്യയിൽ ഒരു ഭരണകൂടം ജാതിയെ എങ്ങനെ നമ്മളെ മനുഷ്യരെ ഭിന്നിപ്പിക്കാൻ, മതത്തെ എങ്ങനെ ഭിന്നിപ്പിക്കാൻ ഉപയോഗിക്കുന്നു എന്ന് തിരിച്ചറിയുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ഒരു രാഷ്ട്രീയത്തെ കൃത്യമായി അഡ്രസ്സ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ചർച്ചകൾ, ഈ പുസ്തകത്തിൻ്റെ അടക്കമുള്ള ചർച്ചകൾ മുന്നിലേക്ക് വെക്കേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പുസ്തകത്തിന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൊണ്ട് ഈ വേദി ധന്യമാണെന്ന് തോന്നുന്നു. ഒന്നാമത്തെ കാര്യം, തകഴി മാഷിൻ്റെ നാട്ടുകാരി, വീടിനടുത്ത് തന്നെ താമസിക്കുന്ന പ്രതിഭ MLA നമ്മുടെ കൂട്ടത്തിലുണ്ടായത് ഭയങ്കര അനുഗ്രഹമായിട്ട് തോന്നുന്നു. മറ്റൊന്ന്, അദ്ദേഹം എഴുതി പൊളിച്ചടുക്കാൻ നോക്കിയ കുറേ വിവേചനപരമായ കാര്യങ്ങൾ, അത്തരം കുറച്ച് കാര്യങ്ങളിലൂടെ കടന്നു വന്ന ശ്രീ S. ജോസഫ് സാർ നമ്മുടെ കൂട്ടത്തിലുള്ളതും കുറച്ച് അഭിമാനകരമായ കാര്യമായിട്ട് ഫീൽ ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി. ഈ വേദിയെ ധന്യമാക്കിയ എല്ലാവർക്കും നന്ദി. ബഹുമാനപ്പെട്ട MLA ശ്രീമതി U. പ്രതിഭ, ശ്രീ പ്രദീപ് പനങ്ങാട്, ശ്രീ രാഹുൽ S. നജാ ഹുസൈൻ, ഹരിത ബുക്സിന് വേണ്ടി എല്ലാവർക്കും, വേദിയിലെയും സദസ്സിലെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു.